നായ്ക്കൾക്ക് പുതിയൊരു നേതാവിനെ ലഭിച്ചു. നേതാവ് പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കുരയാണ്, അത് നിർത്തുക, എങ്കിലേ നായവംശം രക്ഷപ്പെടൂ. കുരയിലൂടെ നാം ഒരുപാട് ഊർജ്ജ നഷ്ടം വരുത്തുന്നു. പാവം നായ്ക്കൾ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കുര നിർത്താൻ സാധിക്കുന്നില്ല. അവർ കരുതി നമുക്കൊരിക്കലും നേതാവിനെ പോലെ കുരക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. അദ്ദേഹം ദിവ്യലോകത്ത് നിന്ന് വന്നതായിരിക്കും, നമുക്ക് അദ്ദേഹത്തെ ആരാധിക്കാം. എങ്കിലും നേതാവിൻ്റെ ഉപദേശം നടപ്പിലാക്കാതിരിക്കുന്നത് എങ്ങനെ? അതിന് പോംവഴി അവർ കണ്ടെത്തി. വരുന്ന പൗർണമി രാത്രിയിൽ നമുക്ക് കുരക്കാതിരിക്കാം. അങ്ങനെ ഒരു ദിവസമെങ്കിലും നമ്മുടെ നേതാവിൻ്റെ ഉപദേശം സ്വീകരിക്കാം. പൗർണമി ദിവസം അവർ ഉപവസിച്ചു. അന്ന് രാത്രി ഒരു നായയും കുരച്ചില്ല. നായ്ക്കളുടെ ലോകം അത്ഭുതപ്പെടുത്തുന്ന വിധം നിശബ്ദതയിലായി. നിലാവ് അതിൻ്റെ ഉച്ചിയിലെത്തി. നായ്ക്കളുടെ മുരൾച്ച പോലും കേൾക്കാനില്ല. നേതാവ് അത്ഭുതപ്പെട്ടു. കുരക്കൽ കേൾക്കാത്തത് കൊണ്ട് നേതാവിൻ്റെ ക്ഷമ നശിച്ചു. മറനേടി നേതാവ് ഒരു മരത്തിൻ്റെ നിഴലിൽ ഒളിഞ്ഞിരുന്ന് ഉറക്കെ കുരച്ചു. മറ്റ് നായ്ക്കൾ അത് കേട്ടു. നമ്മുടെ കൂട്ടത്തിൽ ആരോ വഞ്ചിച്ചിരിക്കുന്നു. നായ്ക്കൾ പരസ്പരം ഓരോരുത്തരായി കുര തുടങ്ങി. അധികം കഴിഞ്ഞില്ല, അന്തരീക്ഷം മുഴുവനും നായ്ക്കളുടെ കുര കൊണ്ട് നിറഞ്ഞു. പെട്ടെന്ന് നായ നേതാവ് മരത്തിൻ്റെ നിഴലിൽ നിന്നും പുറത്തു വന്ന് പ്രഭാഷണം തുടങ്ങി. കുര നിർത്തുക, നായവംശം എന്നാലേ രക്ഷപ്പെടും. കുരയിലൂടെ നാം ഒരുപാട് ഊർജ്ജ നഷ്ടം വരുത്തുന്നു. സുഹൃത്തുക്കളെ, പ്രശ്നങ്ങളില്ലെങ്കിൽ നേതാക്കളില്ല, ഇല്ലെങ്കിൽ അവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. താങ്ക് യു.